ചേർത്തലയിലെ തിരോധാന കേസുകളിൽ ഒരു കേസ് കൂടി റീഓപ്പൺ ചെയ്തു ഇന്നലെ പോലീസ്. 5 കൊല്ലം മുമ്പുള്ള സിന്ധു തിരോധാന കേസിന് പ്രതി സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് തിരയുന്നത്. അതിനിടെ അതിരമ്പുഴ സ്വദേശി ജൈനമ്മയെ കൊലപ്പെടുത്തി സെബാസ്റ്റ്യൻ സ്വർണം കൈക്കലാക്കിയെന്ന് പോലീസിന് മനസ്സിലായി. സെബാസ്റ്റ്യനുമായി ഇന്ന് പള്ളിപ്പുറത്തെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തും. ഇങ്ങനെ ഒരു ആലപ്പുഴയും ഒരു കൊച്ചു ധർമ്മസ്ഥലയായി മാറിക്കൊണ്ടിരിക്കുന്നു. 5 പേരുടെ മരണമാണ് ഇപ്പോൾ ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്നത്. നമ്മുടെ നാട്ടിലായി നടന്നതെന്ന് ആലോചിക്കണം. അശ്വിൻ പാലാഴി ഇതേ നമുക്കടുത്തുണ്ട്. അശ്വിൻ പാലാഴി നമുക്കൊപ്പം ശരിയാണ്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിൽ ഈ സെബാസ്റ്റ്യൻ്റെ ഈ കൊലപാതക കാര്യത്തിൽ ഒരു തേർവാഴ്ച ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ കേസ് പുറത്തു വന്നതിന് ശേഷം ആകെ 3 കേസുകളാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. ബിന്ദു പത്മനാഭൻ, ഐഷ, മറ്റൊന്ന് ജൈനമ്മ. ഇപ്പോൾ ഇതാ പുതിയൊരു കേസ് കൂടി അത് പോലീസ് റീഓപ്പൺ ചെയ്യുകയാണ്. അത് 2020 ഒക്ടോബർ 19-ാം തീയതി ചേർത്തലയിൽ നിന്ന് കാണാതായ സിന്ധു എന്നു പേരുള്ള ഒരു വീട്ടമ്മയെക്കുറിച്ചാണ്. സിന്ധു അന്ന് വൈകുന്നേരം വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് പോയത്. പിന്നീട് ഇതുവരെ ഒരു വിവരവും ആ സ്ത്രീയെക്കുറിച്ചില്ല. വൈകുന്നേരം അമ്പലത്തിലെത്തി വഴിപാട് കഴിച്ചതിൻ്റെ രസീത് മാത്രമാണ് അന്ന് അന്വേഷണ സംഘത്തിന്, അർത്തുങ്കൽ പോലീസാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. ഒരു വഴിപാട് രസീതല്ലാതെ ഈ കേസിൽ ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ അന്ന് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് 2023 തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ് അൺഡിറ്റക്റ്റഡ് എന്ന രേഖ സമർപ്പിച്ച് പോലീസ് ഈ കേസ് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ദുരൂഹ സാഹചര്യത്തിൽ 3 പേരെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് ആ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യുകയാണ് ജില്ലാ പോലീസ് മേധാവി. കഴിഞ്ഞ ദിവസം അർത്തുങ്കൽ പോലീസിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ ജില്ലാ പോലീസ് മേധാവി നേരിട്ട് കൈപ്പറ്റിയിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം ഒരുപക്ഷെ ഈ ക്രൈംബ്രാഞ്ച് സംഘത്തെ തന്നെ ഏൽപ്പിക്കാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ സിന്ധുവിൻ്റെ കേസും സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നത് എന്നുള്ള ചോദ്യം പ്രധാനമാണ്. അതിന് ചില ഉത്തരങ്ങളുമുണ്ട്. ഈ കാണാതായ 3 സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില കോമണായ സംഭവങ്ങളുണ്ട്. ആ കോമണായ സംഭവങ്ങൾ ഈ സിന്ധുവിൻ്റെ കാര്യത്തിലും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് സിന്ധു ഭർത്താവുമായി പിണങ്ങി ഏറെ നാളുകളായി കഴിയുന്ന കുടുംബം, മാത്രമായി കഴിയുന്ന മകളും അമ്മയുമൊക്കെ മാത്രം കഴിയുന്ന ഒരു കുടുംബമാണ്. ഒപ്പം അത്യാവശ്യം സ്വത്തുവകകളൊക്കെ സ്വന്തം പേരിലുണ്ട് താനും. മകളുടെ കല്യാണമായിരുന്നു സിന്ധുവിനെ കാണാതാകുന്ന ഏകദേശം ഒരു 2 മാസത്തിന് ശേഷം. മകളുടെ കല്യാണ നിശ്ചയത്തിന് 2 ദിവസം മുൻപാണ് ഈ കാണാതാകുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട പണവും മറ്റ് സ്വർണവും എല്ലാം സിന്ധുവിൻ്റെ കൈവശം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിലുണ്ടായിരുന്ന ഈ സംഭവങ്ങളൊന്നും കാണാതെ പോയിട്ടില്ല. എന്തായാലും ഇതിൽ വിശദമായ അന്വേഷണം നിലവിൽ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് സിന്ധു കാണാതായത്, സിന്ധുവിന് സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തേണ്ടത്. അതൊരു പക്ഷേ അധികം വൈകാതെ തന്നെ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലേക്ക് കേസ് കിട്ടിയാൽ അതിലൊരു വ്യക്തത ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ജൈനമ്മയുടെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടാണ്. ജൈനമ്മ കൊല്ലപ്പെട്ട ദിവസം തന്നെയാണ് സെബാസ്റ്റ്യൻ ഈ സ്വർണം അത് 2 ധനകാര്യ സ്ഥാപനങ്ങളിലായി ചേർത്തലയിൽ പണയം വെച്ചത്. അത് 1 ഡിസംബർ 23, 2024 അന്നാണ് ജൈനമ്മയെ കാണാതാകുന്നത്. അന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു 25 ഗ്രാം സ്വർണം അവിടുത്തെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെക്കുന്നു. മറ്റ് ഒരു മിച്ചമുള്ള 2 പവനോളം സ്വർണം ഡിസംബർ 24-ാം തീയതി തൊട്ടടുത്ത ദിവസം പണയം വെക്കുന്നു. ഇത് രണ്ടും ജൈനമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ജൈനമ്മ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് എന്നുള്ളത് പോലീസിന് കണ്ടെത്താനായിട്ടുണ്ട്. അന്ന് പണയം വെക്കാൻ എത്തിയത് മനോജ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ്, സെബാസ്റ്റ്യൻ്റെ സഹായിയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ 2024 തന്നെ സെബാസ്റ്റ്യൻ്റെ സഹായി മനോജിനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം മനോജിനെ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തതിനിൽ കണ്ടെത്തുകയായിരുന്നു. അതിലും ഒരു ദുരൂഹതയുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങൾ അറിയാവുന്ന ഏക വ്യക്തിയായിരുന്നു മനോജ് എങ്ങനെ ഈ ജൈനമ്മയുടെ തിരോധാനത്തിന് ശേഷം ആത്മഹത്യ ചെയ്തു എന്നുള്ള നിർണായക ചോദ്യമുണ്ട്. അതിലും പോലീസിന്, അന്വേഷണ സംഘത്തിന് അന്ന് ഒരു വ്യക്തത കണ്ടെത്താനായിരുന്നില്ല. ഇപ്പോൾ ആ കേസും പോലീസ് ബദലായി അന്വേഷിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ 4ാമത്തെ സ്ത്രീയും ഈ കേസുമായി ബന്ധപ്പെട്ട് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം, ആശങ്ക ഉണർത്തുന്ന കാര്യം. ഇന്ന് സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ പരിശോധന ഉണ്ടാകും എന്നുള്ളൊരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ മറ്റ് മൃതദേഹ അവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്നുള്ള കാര്യത്തിലും ഇന്നൊരു വ്യക്തതയുണ്ടാകും. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.